ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ അടുത്താണല്ലോ നമ്മുടെ സവാനയുടെ 1 ഇയർ ആനിവേഴ്സറി സെയിൽ നടന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ആ ഒരു പെട്ടി തുറക്കൽ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എനിക്കിത് വാങ്ങിച്ച ടൈമിലൊരു ഡൗട്ടായിരുന്നു കേട്ടോ, ഈ ഒരു സവാനയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് എന്താണ് അർബാനിക്കിൻ്റെ പെട്ടി വന്നതെന്ന്. ബിക്കോസ് ഞാൻ സവാനയിൽ നിന്ന് എപ്പോഴും വാങ്ങിക്കുന്ന ഒരാളാണ്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് അർബാനിക്കിൻ്റെ പെട്ടി വരുന്നത്. എനിക്ക് തോന്നുന്നത് സവാനയുടെ അർബാനിക്കിൻ്റെ ആണല്ലോ സവാന, അപ്പോൾ മേ ബി ആനിവേഴ്സറി സെയിൽ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ നോർമലി നമ്മൾ സവാനയിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പം കുറച്ചധികം സാധനം ഉണ്ടെങ്കിൽ സവാനയുടെ തന്നെ ബോക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു യെല്ലോ കവറിൽ സവാന എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു കവറിൽ തന്നെയാണ് വരാറ്. ആനിവേഴ്സറി സെയിൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നൈറ്റ് സെറ്റ് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. PJ സെറ്റുകൾ 3 എണ്ണം വാങ്ങിച്ചു. പിന്നെ ഷർട്ട് ഉണ്ട്, പാൻസ് ഉണ്ട്, പിന്നെ ഒരു ഡ്രസ്സ്, പിന്നെ കുറച്ച് ആക്സസറീസാണ് കേട്ടോ വാങ്ങിച്ചത്. ഓരോന്നോരോന്നായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. ഈ സാവന സൈറ്റ് എനിക്കൊന്ന് പോകുന്നവർക്കറിയായിരിക്കും, പക്ഷേ ഇതിലേത് വാങ്ങിക്കണം എന്നതായിരിക്കും ആ സൈറ്റിൽ പോയിട്ട് നമ്മളിൽ എൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രോബ്ലം അതാണ് കേട്ടോ. കാരണം അത് അഡിക്റ്റഡ് ആവും ആ ഒരു സൈറ്റ്, ബിക്കോസ് അത്രയും വെറൈറ്റി കളക്ഷനാണ്. അപ്പോൾ ഇതുവരെ ചെക്കൗട്ട് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവരുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് നോക്കി നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, മീൻസ് എനിക്ക് തോന്നുന്നൊരു എഫോർഡബിൾ റേറ്റിന് നല്ല ട്രെൻഡി ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ മോഡൽ കളക്ഷൻസും നമ്മൾ ഈ പിൻട്രസ്റ്റ് മാത്രമല്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു ട്രെൻഡി വൈബില്ലേ, അത് മുഴുവൻ നിങ്ങൾക്ക് സവാനയിൽ കാണാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു A-line ഡ്രസ്സാണ്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് സ്മോളാണ് കേട്ടോ. ഞാൻ ഈ ഡ്രസ്സ് എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ഒരു കോളർ തന്നെയാണ്. ഈ പീറ്റർ പാൻ കോളർ, ആ ഒരു വൈറ്റ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കോളർ ഉള്ള ഡ്രസ്സ് എൻ്റെ കയ്യിൽ ഒറ്റയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് ആ ഒരു പ്രിൻറ്റ് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് അത്ര ലൈക്കായിട്ടില്ല. ബട്ട് ആ കോളറും കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ നല്ലൊരു ലുക്കായിട്ട് എനിക്ക് തോന്നി. ഷോർട്ട് സ്ലീവ്സ് ആണ് കേട്ടോ. പിന്നെ ചെസ്റ്റ് പാഡില്ല ഇതിൻ്റെ കൂടെ. മെറ്റീരിയൽ ആണെങ്കിൽ പോളിസ്റ്ററാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു ബെൽ സ്ലീവാണ് കേട്ടോ. ഈ കൈ ഉണ്ടല്ലോ, ഒരു ബ്രൗൺ ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിൽ നമ്മൾ ആ ഒരു ത്രെഡ് വെച്ച് കിട്ടുന്നൊരു സംഭവമില്ലേ, അതും കൂടി ഇതിന് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ വന്ന് നോക്കാൻ പോകുന്നത് ഒരു പാൻറ്റാണ്. ഇപ്പം പാൻറ്റ്സ് ആണല്ലോ കുറച്ചുകൂടി ട്രെൻഡി ആയിട്ടുള്ളത്. സ്ട്രെയിറ്റ് ലെഗ് പാൻറ്റ്സ് ഉണ്ട്, കാർഗോ മോഡലുണ്ട്, പാരച്യൂട്ട് പാൻറ്റ്സ് ഉണ്ട്. അപ്പം ഇതൊരു ഡ്രോ സ്ട്രിങ് സ്ട്രെയിറ്റ് ലെഗ് പാൻറ്റാണ് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡ് ഗ്രേ ആണ്. ഇതിൻ്റെ തന്നെ പിങ്കും അതുപോലെ തന്നെ ബ്ലാക്കും അവൈലബിൾ ആണ്. ബട്ട് ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് മീഡിയം ആണ് കേട്ടോ. അടിയിൽ നമുക്ക് പോക്കറ്റ്സ്, 2 സൈഡും പോക്കറ്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ താഴെ നമുക്ക് ഈ സ്ട്രെച്ചബിൾ സ്ട്രിങ്ങും അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അടുത്ത് വന്നിട്ടുള്ളത് ഈ ഒരു ഷർട്ടാണ്. ഈ ഒരു ബ്ലൂ സ്ട്രൈപ്പ് ഷർട്ട് എനിക്ക് തോന്നുന്നു ഒത്തിരി പേര്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ഒരുപാട് ഇൻസ്റ്റാഗ്രാം, പിൻട്രസ്റ്റ് എല്ലാ സംഭവത്തിലും നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് ഇതിൻ്റെ ഫാഷൻ ഔട്ടായി സത്യം പറഞ്ഞാൽ. ഈ ഒരു ബ്ലൂ ഷർട്ടാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഷെയ്ഡ്സും അവൈലബിൾ ആണ് കേട്ടോ. ഒരു പോളിസ്റ്റർ മിക്സ് മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരുന്ന സൈസ് ഫ്രീ സൈസാണ്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഞാനൊരു സിമിലർ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ആയിരിക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഡ്രോപ്പ് ചെയ്യാം കേട്ടോ. അതിൻ്റെ അകത്ത് എല്ലാ സൈസും, സ്മോൾ, മീഡിയം, ലാർജ്, അങ്ങനെ എല്ലാ സൈസും അവൈലബിൾ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ബിക്കോസ് ഈ സവാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു നെഗറ്റീവ് സൈഡാണ് കേട്ടോ. പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടാവും. പിന്നെ ആ ഒരു സെയിം സാധനം ഇൻ സ്റ്റോക്ക് വരാൻ കുറച്ച് പണിയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തുറന്നിട്ടിട്ടുള്ള ജാക്കറ്റ് മോഡൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇൻസൈഡ് എന്തെങ്കിലും ഒരു ടീഷർട്ട്സൊക്കെ വെയർ ചെയ്തതിന് ശേഷം ഇതുപോലെയും സ്റ്റൈൽ ചെയ്തിട്ട് നമുക്ക് വേണേൽ പോവാം. ഷോർട്സിൻ്റെ കൂടെയും സ്റ്റൈൽ ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അടുത്ത നമുക്ക് PJ സെറ്റിലോട്ട് പോവാം. കുറച്ചധികം PJ സെറ്റ് ഇപ്രാവശ്യം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയധികം PJ സെറ്റ് ഒരു സ്ട്രെച്ചിൽ തന്നെ വാങ്ങിക്കുന്നത്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫസ്റ്റ് വൺ എനിക്കിഷ്ടപ്പെട്ടതാണ് കേട്ടോ ഈ ഒരു ചെറിയ PJ സെറ്റും. ഇതും ഒത്തിരി പേര് ഞാൻ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് സ്മോളാണ് കേട്ടോ. അതിൽ കളർ റെഡാണ്. അതിൽ തന്നെ ഓഫ് വൈറ്റും അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റും പിന്നെ എന്താ പറയുക യെല്ലോ, ഈ ഷെയ്ഡ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡല്ല, അതായത് പ്രിൻറ്റ് മാറും കേട്ടോ, സെയിം ഷെയ്ഡല്ല. പിന്നെ എന്താ ചെസ്റ്റ് പാഡ് ഇതിൻ്റെ കൂടെ അവൈലബിൾ അല്ല കേട്ടോ. റെഗുലർ തന്നെ, വേസ്റ്റ് ഒക്കെ റെഗുലറാണ്, ബെൽറ്റൊന്നും കൂടെ വരുന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു ലോങ് സ്ലീവും പിന്നെ സൈഡിൽ ചെറിയൊരു പോക്കറ്റും അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. എന്തായാലും നല്ലൊരു എസ്തെറ്റിക് ലുക്കാണ്. നല്ല ലേസും, ആ ഒരു ലേസൊക്കെ കൊണ്ട് ഒരു എസ്തെറ്റിക് ലുക്ക് മാത്രമല്ല നൈറ്റ് വെയറിന് ബെസ്റ്റാണ്. നല്ല കംഫർട്ടബിളാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ച സ്ലീപ്പ് സെറ്റിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വൺ ഇതാണ് കേട്ടോ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന രണ്ടാമത്തെ ഒരു നൈറ്റ് സെറ്റാണ് കേട്ടോ. ഇതൊരു പർപ്പിൾ ഷെയ്ഡാണ്. പക്ഷേ എനിക്കറിയില്ല, ഇപ്പം ഇതിങ്ങനെ ഈ ഒരു ലൈറ്റിലൊരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് ഇത് തോന്നുന്നത്.
അപ്പോൾ ഞാനൊന്ന് ബെഡിൽ വെച്ചിട്ടൊന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്താ പറയുക, ലൈറ്റ് പർപ്പിൾ ഷെയ്ഡില്ലേ, അതാണ് ഷെയ്ഡ്. വാങ്ങിച്ചിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് സ്മോൾ തന്നെയാണ് കേട്ടോ. എനിക്ക് സവാനയിൽ തോന്നിയിരിക്കുന്നത്, ഇപ്പം എൻ്റെ റെഗുലർ സൈസ് മീഡിയമാണ്. ബട്ട് സവാനയിൽ നിന്ന് ഞാൻ എന്ത് വാങ്ങിക്കുമ്പോഴും 1 സൈസ് ഡൗൺ ആണ് വാങ്ങിക്കാറ്. സൈസ് ചാർട്ട് നോക്കിയിട്ടാണ് മെയിൻലി ഞാൻ വാങ്ങിക്കാറ്. ബിക്കോസ് ചില ഡ്രസ്സ് എനിക്ക് മീഡിയം തന്നെയാണ് ഫിറ്റ് ആവാറ്. ഇതിൻ്റെ ലൈറ്റ് ഗ്രേയും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. സംഭവം നല്ല കിട്ടിലൻ കംഫർട്ടബിൾ വെയർ ആണ് കേട്ടോ. അടുത്തതും എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് PJ സെറ്റാണ് കേട്ടോ. ഈ ഒരു യെല്ലോ സെറ്റ്, ഇത് നമ്മൾ നേരത്തെ കണ്ട 2 PJ സെറ്റും സെറ്റ് ഓഫ് 2 ആണെങ്കിൽ ഇത് സെറ്റ് ഓഫ് 3 ആണ് കേട്ടോ. അതായത് ഇതിൻ്റെ കൂടെ ഒരു ഷോർട്ട്സും കൂടി അവൈലബിൾ ആണ്. ഇതിൽ ഞാൻ വാങ്ങിക്കാനുള്ളത് ആ ഒരു ഹാർട്ട് ഷേപ്പ്, അത് കണ്ടിട്ടാണ് കേട്ടോ. ഞാനിങ്ങനെ ഓരോ ഡ്രസ്സിന് ഓരോന്ന് കണ്ടിട്ടാണ് സത്യത്തിൽ വാങ്ങിക്കുക. ചിലതൊന്നും എനിക്ക് ഫുള്ളി ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ യെല്ലോ നൈറ്റ് സെറ്റൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഇപ്പം ഈ അടുത്തായിട്ട് ഞാൻ കുറച്ച് ഇല്ലാത്ത ഷെയ്ഡ്സും ഇല്ലാത്ത മോഡലും വാങ്ങിക്കാൻ തുടങ്ങി. മറ്റെപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ് വാങ്ങിക്കാറ്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇത് എഗെയിൻ ഞാൻ സ്മോൾ സൈസ് തന്നെയാണ് വാങ്ങിച്ചത്. ചെറിയൊരു പോക്കറ്റ്, സൈഡിൽ ചെറിയൊരു പോക്കറ്റ് ഇട്ടത്. ഈ ഒരു ഹാർട്ട് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്, ഈ ഒരു കളർഫുൾ ഹാർട്ട്. പിന്നെ നല്ല പ്രിൻറ്റുമാണ് കേട്ടോ. അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നൊരു റഫിൾ ടോപ്പ്. സത്യത്തിൽ ഇതിൻ്റെ കൂടെ വാങ്ങിച്ചതല്ല, ഞാൻ മുന്നേ വാങ്ങിച്ചതാണ് സവാനയിൽ തന്നെ. ബട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പോഴും ഇൻസ്റ്റോക്കായിട്ട് കണ്ടതുകൊണ്ട്, പിന്നെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പർച്ചേസ് ഫ്രം സവാനയാണ് ഈ ഒരു ടോപ്പ്. അതുകൊണ്ട് ഞാൻ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. മെയിൻ തിങ് എന്ന് പറയുന്ന ആ ഒരു ഹാർട്ട് ഷേപ്പും അതിൻ്റെ ആ ഒരു ലേസും അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഇതിന് ഞാൻ വാങ്ങിച്ചത് റെഡ് ഷെയ്ഡാണ്. ഇതിൻ്റെ പിങ്കും ബ്ലൂവും അതുപോലെ തന്നെ ബ്ലാക്കും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന സൈസ് സ്മോൾ തന്നെയാണ്. നമ്മുടെ ഒരു കാഷ്വൽ അല്ലെങ്കിൽ ഒരു വെക്കേഷൻ വൈബിനൊക്കെ സംഭവം സെറ്റാണ് കേട്ടോ. മെയിൻ തിങ് എന്ന് പറഞ്ഞത് ആ ഒരു ഓവർ ബാഗി പഫ് സ്ലീവ്സും ആ ഒരു വി നെക്കും എല്ലാം കൂടി വന്നപ്പോൾ സംഭവം, പിന്നെ ആ ചെക്സും എല്ലാം കൂടി ആയപ്പോൾ ശരിക്കും ഒരു എസ്തെറ്റിക്, എന്താ പറയുക, അത്രയും എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് 5 ഞാൻ എപ്പോഴും വെക്കുന്ന ഒരു സാധനമാണ് ഇത്, എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ. പിന്നെ ഈ ലേസൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ജാക്കറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ റെഡ് ഇന്നേഴ്സ് ടീഷർട്ട് യൂസ് ചെയ്തതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ വൈറ്റോ അങ്ങനെ യെല്ലോ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മാച്ച് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് ആക്സസറീസിലോട്ട് പോവാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് ആക്സസറീസും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ബാക്ക് ചാംസും അതുപോലെ തന്നെ കുറച്ച് ഹെയർ ആക്സസറീസൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓരോന്നായി കാണിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു ബാഗ് ചാമാണ് കേട്ടോ. ഇപ്പം ബാഗ്സിൻ്റെ ചാമാണല്ലോ, ബാഗ്സിനേക്കാളും പൈസ ഇപ്പം ചാംസിനാണ്. ലബൂബും ഒക്കെ കണ്ടില്ലേ. അപ്പം ഞാൻ ലബൂബും പറഞ്ഞ പോലെ സവാനയിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ച ഒരു ചാം കാക്കി ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ തന്നെ ഓഫ് വൈറ്റും ബ്ലാക്ക് ആൻഡ് വൈറ്റും ബ്ലാക്കും ആ ഒരു എക്സ്ട്രാ ആ ഒരു 3 ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ. ടോട്ടൽ 4 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. പക്ഷേ എന്ത് രസമാണെന്നറിയോ, ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഡോഗിനെ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് കുഴപ്പമില്ല, അഫോർഡബിൾ റേറ്റ് തന്നെയാണ്. അടുത്ത് വന്നിട്ട് ഹെയർ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹെയർ ആക്സസറീസാണ്. ഇതിനും 2 ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. കാക്കി ഷെയ്ഡും ബ്രൗണും. ഞാൻ എടുത്തിരിക്കുന്ന ബ്രൗൺ ആണ് കേട്ടോ. കാക്കി ഷെയ്ഡ് ഒരു ക്രീം കളർ ഷെയ്ഡാണ്. ഇത് കുറച്ചുകൂടി എന്താ പറയുക, ഒരു ഫ്ലോറൽ ക്ലിപ്പ് തന്നെ, കുറച്ച് വലിയ സൈസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയതാണ് കേട്ടോ. അപ്പം ഫുൾ ഹെയറിനെ നമുക്ക് ഒറ്റ ക്ലിപ്പിൽ ടൈ ചെയ്തിട്ട് വെക്കും, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്ലിപ്പാണ് കേട്ടോ ഇത്. വേണമെങ്കിൽ നമുക്ക് ആ ഒരു ലൂസ് മോഡൽ ഹെയർ സ്റ്റൈൽ ചെയ്യുമല്ലോ, കുറച്ച് ഹെയർ മാത്രം എടുത്ത് ക്ലിപ്പ് ചെയ്യുന്നത്, അതിനും ഓക്കെയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വലിയ സൈസ് വലിയ ഫ്ലവറൊക്കെ വെച്ച് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. അടുത്ത വന്നിട്ട് നോക്കാൻ പോകുന്നത് വേറൊരു ഹെയർ ആക്സസറീസാണ്. പക്ഷെ എനിക്ക് വന്നപ്പോൾ തന്നെ അത് പൊട്ടിപ്പോയി ഗൈസ്. അത് പൊട്ടിയിട്ടാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് സ്റ്റൈൽ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ഞാൻ പിക്ചർ സൈഡ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും അവൈലബിൾ ആണ്. മറ്റേ ആ ഒരു സ്ട്രിങ് മോഡൽ സംഭവമില്ലേ, ഹെയർ അതിൻ്റെ ഉള്ളിലിങ്ങനെ എന്താ പറയുക റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം ഞാൻ ഉദ്ദേശിച്ചതെന്ന്. അതിനി ഒന്നുമില്ല, ഗമ്മൊട്ടിച്ച് കഴിഞ്ഞാൽ റെഡി ആവുമായിരിക്കും. അടുത്ത ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു ക്ലിപ്പാണ് കേട്ടോ. ഇതൊരു ഫ്രൂട്ട് ക്ലിപ്പ് തന്നെയാണ് അതിൻ്റെ പേര്, അങ്ങനെ തന്നെ അതിൻ്റെ പേര് കണ്ടത്, ഫ്രൂട്ട് ഹെയർ ക്ലിപ്പ്. എനിക്ക് പക്ഷേ ചോക്ലേറ്റ്സൊക്കെ വെച്ചതുപോലെയാണ് തോന്നിയത്. ഇതും ഫുൾ ഹെയർ ടൈ ആയിട്ട് അല്ലെങ്കിൽ ഹാഫ് സെമി കുറച്ച് ഹെയർ മാത്രം എടുത്തിട്ടും നമുക്ക് ചെയ്യാം. ഈ ഒരു റേറ്റിന് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സാണ് കേട്ടോ ഇവരുടെ. പിന്നെ ഇതൊന്നും ഒന്നുമല്ല ഗൈസ്, ഹെയർ ആക്സസറീസ് ആണെങ്കിലും ബാക്ക് ചാംസ് ആണെങ്കിലും ഒരു 100 വെറൈറ്റീസ് ആ സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇത്രയും സമയം വിയർ ചെയ്ത് ഈ വീഡിയോ ഹൗൾ ചെയ്ത ഈ ഒരു ഹൂഡിയും അതുപോലെ തന്നെ ഈ ഒരു പാൻസും ജീൻസും
ഞാൻ വാങ്ങിച്ചത് സവാനയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഹൗൾ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.